നമസ്തേ, ഹാപ്പി മാത്സ് അവറിലേക്ക് സ്വാഗതം. ഞാൻ ആരതി. ഈ ക്ലാസ്സിൽ ചാപ്റ്റർ 1 സെറ്റ്സിലെ എക്സാമ്പിൾ 20, 21, 22 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതെനിക്കൊരു സന്തോഷവുമാണ്, കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനുമാണ്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എക്സാമ്പിൾ 20, ഇവിടെ യൂണിവേഴ്സൽ സെറ്റ് യുവും സെറ്റ് എയും തന്നിട്ടുണ്ട്. ഫൈൻഡ് എ കോംപ്ലിമെന്റ്. എന്താണ് ഈ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സൽ സെറ്റ് യുവിൽ നിന്ന് സെറ്റ് എയുടെ എലിമെന്റ്സിനെ എല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എലിമെന്റ്സിന്റെ സെറ്റ് ആണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് യൂണിവേഴ്സൽ സെറ്റും സെറ്റ് എയും ഒന്ന് എടുത്തെഴുതാം. ഇനി നമുക്ക് യൂണിവേഴ്സൽ സെറ്റിൽ സെറ്റ് എയുടെ എലിമെന്റ്സിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇനി ഞാൻ സെറ്റ് യുവിൽ നിന്ന് സെറ്റ് എയിലെ എല്ലാ എലിമെന്റ്സിനെയും റിമൂവ് ചെയ്യാൻ പോവാം. 1, 3, 5, 7, 9 ഇവരെയൊക്കെ ഞാൻ റിമൂവ് ചെയ്തു. അതിനുശേഷം ബാക്കി വരുന്ന എലിമെന്റ്സിന്റെ സെറ്റ് ആണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. സോ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു സെറ്റ് 2, 4, 6, 8, 10. ഇതാണ് എ കോംപ്ലിമെന്റിന്റെ ആൻസർ. ഇതാണ് വെൻ ഡയഗ്രാം റെപ്രസെന്റേഷൻ. ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ആണ് എ കോംപ്ലിമെന്റ്. Let U be the universal set of all students of class 11 of a co-educational school and A be the set of girls in class 11. Find A complement. Universal set U എന്താണ്? Set of all students of class 11 ആണ് അല്ലേ? ഇനിയും set A എന്താണെന്നാണ് തന്നിരിക്കുന്നത്? Set of all girls. അപ്പോൾ നമ്മുടെ ഒരു ക്ലാസ്സിലെ ഗേൾസും ബോയ്സും ഉണ്ട്. അതിൽ നിന്ന് സെറ്റ് ഓഫ് ഗേൾസിനെ മുഴുവൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആരാ ഉണ്ടാവുക? ബോയ്സ് അല്ലേ? സോ എ കോംപ്ലിമെന്റ് ഈസ് ദ set of all boys in class 11. Example 22, നമുക്കിവിടെ യൂണിവേഴ്സൽ സെറ്റ് യു, സെറ്റ് എ, സെറ്റ് ബി തന്നിട്ടുണ്ട്. ഫൈൻഡ് എ കോംപ്ലിമെന്റ്, ബി കോംപ്ലിമെന്റ്, എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, എ യൂണിയൻ ബി, ആൻഡ് ഹെൻസ് ഷോ ദാറ്റ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഈ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നതാണ് ഡി മോർഗൻസ് ലോ. ആദ്യം നമുക്ക് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം. സെറ്റ് എയും സെറ്റ് യു എന്ന് എടുത്തെഴുതാം. ഇനി സെറ്റ് യുവിലുള്ള എയുടെ എലിമെന്റ്സിനെ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. സെറ്റ് എയിലെ എലിമെന്റ്സ് ആരൊക്കെയായിരുന്നു? 2ഉം 3യും. ഞാൻ ഈ 2നെയും 3നെയും യൂണിവേഴ്സൽ സെറ്റ് യുവിൽ നിന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1, 4, 5, 6. ഇനി നമുക്ക് ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം. യുവും എയും ഞാനൊന്ന് എടുത്തെഴുതി. ഇനി യൂണിവേഴ്സൽ സെറ്റ് യുവിലുള്ള സെറ്റ് ബിയിലെ എലിമെന്റ്സിനെ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. 3, 4, 5 ആണ് ബിയുടെ എലിമെന്റ്സ്. ഇനി ഞാൻ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഈ 3, 4, 5 റിമൂവ് ചെയ്തു. അപ്പോൾ ബി കോംപ്ലിമെന്റ് എന്താണെന്ന് നമുക്ക് കിട്ടും? ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു ബാക്കി എലിമെന്റ്സിന്റെ സെറ്റ്, അതായത് സെറ്റ് 1, 2, 6. അടുത്ത നമുക്ക് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്താണെന്ന് നോക്കാം. എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എ കോംപ്ലിമെന്റിന്റെയും ബി കോംപ്ലിമെന്റിന്റെയും കോമൺ ആയിട്ടുള്ള എലിമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാം. 1ഉം 6ഉം രണ്ട് സെറ്റിലും കോമൺ ആണ്. സോ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് നമുക്ക് ആൻസർ എന്താ എഴുതാം? സെറ്റ് 1, 6 എന്ന് എഴുതാം. ഇതിവിടെ നിൽക്കട്ടെ, ഇതിനെ നമുക്ക് 1 എന്ന് കൊടുക്കാം. ഇനി എന്താണ് എ യൂണിയൻ ബി എന്ന് നോക്കാം. എ യൂണിയൻ ബി നമുക്ക് എന്താ കിട്ടുക? 2, 3, 4, 5 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്തത് എന്താണ്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ ഓൾറെഡി എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്താണെന്ന് നോക്കാം. യൂണിവേഴ്സൽ സെറ്റ് യുവിൽ എ യൂണിയൻ ബിയിലെ എലിമെന്റ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ യൂണിയൻ ബിയുടെ എലിമെന്റ്സിനെ എല്ലാം റിമൂവ് ചെയ്തു. ഇനി ബാക്കിയുള്ള എലിമെന്റ്സ് ആരായിരിക്കും? എ യൂണിയൻ ബി റിമൂവ് ചെയ്തു. അപ്പൊ ബാക്കിയുള്ള എലിമെന്റ്സ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ആയിരിക്കും. സോ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1, 6. ഇത് നമുക്ക് 2 എന്ന് എടുക്കാം. ഇനിയും ഷോ ദാറ്റ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നമ്മൾ ഓൾറെഡി എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചായിരുന്നു. അത് സെറ്റ് 1, 6 ആണ്. അത് നമ്മൾ 1 ആയിട്ട് എടുത്തായിരുന്നു.
അതുപോലെ തന്നെ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1/6 എന്ന് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അത് നമ്മൾ ആരായിട്ട് എടുത്തു? 2 ആയിട്ട് എടുത്തു. നോക്കിക്കേ, ഈ 1ഉം 2ഉം ഈക്വൽ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.